Ir a misa por lo menos una vez por semana, ¿realmente tiene beneficios para tu salud? Esto es lo que dice la evidencia científica disponible hasta el momento. Yo quedé gratamente sorprendido cuando leí todo esto. Resulta que asistir por lo menos una vez por semana a un servicio religioso, y en este caso nos referimos a ir a misa, se ha asociado con 21% menor riesgo de cáncer, 29% menor riesgo de tabaquismo, 34% menor riesgo de consumo excesivo de alcohol, 33% menor riesgo de depresión. Y no solo eso, en los adolescentes se ha asociado a una menor probabilidad de conductas sexuales de riesgo y de consumo o abuso de sustancias. ആത്മീയ ഉണർവിനൊപ്പം മികച്ച ആരോഗ്യവും നൽകാൻ പതിവായുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തിന് കഴിയുമെന്ന് ഡോക്ടർമാരുടെ വെളിപ്പെടുത്തൽ. ആഴ്ചയിലൊരിക്കലെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് ജീവിത നിലവാരം ഉയർത്തുമെന്നും മരണനിരക്ക് കുറയ്ക്കുമെന്നുമാണ് ഇന്റേണൽ മെഡിസിൻ വിദഗ്ധനായ ഡോക്ടർ ജോസ് ജോർജ് മായ വ്യക്തമാക്കുന്നത്. വിവിധ പഠനങ്ങളെ ആസ്പദമാക്കി തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് അദ്ദേഹം ഈ സുപ്രധാന വിവരങ്ങൾ പങ്കുവച്ചത്. ആഴ്ചയിലൊരിക്കലെങ്കിലും പള്ളിയിൽ പോകുന്നവരിൽ ഈ ആരോഗ്യപരമായ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഡോക്ടർ മായ ചൂണ്ടിക്കാട്ടുന്നു. ക്യാൻസർ വരാനുള്ള സാധ്യതയിൽ 21% കുറവ്, പുകവലിക്കാനുള്ള സാധ്യത 29%, അമിതമായ മദ്യപാനത്തിനുള്ള സാധ്യത 34%ആയും കുറയുന്നു. വിഷാദരോഗം വരാനുള്ള സാധ്യതയിൽ 33% കുറവ് രേഖപ്പെടുത്തുന്നു. ഏതെങ്കിലും കാരണവശാലുള്ള അകാല മരണം സംഭവിക്കാനുള്ള സാധ്യതയിൽ 27% കുറവുണ്ടാകുന്നു. കൂടാതെ കൗമാരപ്രായക്കാരിൽ മയക്കുമരുന്ന് ഉപയോഗം, തെറ്റായ ലൈംഗിക പെരുമാറ്റങ്ങൾ എന്നിവ കുറയ്ക്കാനും ആത്മീയ ജീവിതം സഹായിക്കുമെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഇതൊരു അത്ഭുതമല്ല എന്നും മറിച്ച് ലഹരി ഉപയോഗവും മാനസിക സമ്മർദ്ദവും കുറയ്ക്കുന്നതിൻ്റെ സ്വാഭാവികമായ ഫലമാണെന്നും ഡോക്ടർ വിശദീകരിക്കുന്നു. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ദേവാലയങ്ങളിലെ കൂട്ടായ്മയും പരസ്പര സഹായവും മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നു. പ്രാർത്ഥനയിലൂടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിനൊരർത്ഥവും ലക്ഷ്യവും ഉണ്ടെന്ന ബോധം ആരോഗ്യം നല്ല രീതിയിൽ തുടരുന്നതിന് സഹായിക്കുന്നു. തൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ പള്ളിയിൽ പോയിട്ട് വന്ന ആരും മോശമായ അവസ്ഥയിൽ മടങ്ങിപ്പോയതായി കണ്ടിട്ടില്ല എന്ന് ഡോക്ടർ മായ പറയുന്നു. പള്ളിയിൽ പോകുമ്പോഴെല്ലാം ഞാൻ കൂടുതൽ ശക്തനായാണ് മടങ്ങുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സന്ദേശം എനിക്ക് ലഭിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഴ്ചയിലൊരിക്കലെങ്കിലും വിശുദ്ധ കുർബാനയിലോ പ്രാർത്ഥനയിലോ പങ്കെടുക്കുന്നത് ജീവിത വിജയത്തിനും ദീർഘായുസ്സിനും ഉത്തമമാണെന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.